നമ്മൾ വന്നിട്ടുള്ളത് ഒരാളൊരു ബുക്ക് സജസ്റ്റ് ചെയ്യുമോ, റിവ്യൂ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ കുറേ പേര് കമൻറ്റിൽ വന്നിട്ട് എൻ്റെ ചേച്ചീനെ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചേച്ചീനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചേച്ചി ഇവിടെ ഇല്ല. ചേച്ചി വർക്കിന് വേണ്ടി പോയിരിക്കുകയാണ്. ചേച്ചി ലീവിന് വരുന്ന ടൈമിൽ നമുക്ക് ചേച്ചിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാനിന്ന് എടുത്തിട്ടുള്ള ബുക്ക് എന്താണെന്ന് വെച്ചാൽ അവിരാമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. വിഷ്ണു അഞ്ചൽ എഴുതിയിട്ടുള്ള അവിരാമം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. ഈ ബുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൻ റിട്ടൺ ബൈ എ മെൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ആ ഒരു കാറ്റഗറിയിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ബുക്കിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭദ്രയാണ്. ഭദ്രയുടെ ലൈഫിൽ നടക്കുന്ന കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അവൾ ഗോ ത്രൂ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ ബുക്കിൽ പറയുന്നത്. പിന്നെ ഭദ്രയുടെ ലൈഫിലേക്ക് രഘുനാഥ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നതും അവർ തമ്മിലുള്ള ഒരു പ്രണയവും, ആ പ്രണയമൊക്കെ എനിക്കിങ്ങനെ എന്താ പറയുക, ഒരു ഡിവൈൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ലവാണ് ഭദ്രയും രഘുനാഥും തമ്മിലുള്ള പ്രണയം. പിന്നെ ഈ ബുക്കിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് ആമുഖം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പേജിൽ 2 ലൈൻ എഴുതിയിട്ടുണ്ട് ആൾ. ഞാനിപ്പോൾ വായിക്കാം. നഗ്നതയെ ഭയക്കുന്ന നിങ്ങൾ പൂക്കളെ നോക്കാതിരിക്കുക. പൂക്കൾ നഗ്നരാണ്. നിങ്ങൾ അവരെ ഏത് വസ്ത്രം കൊണ്ട് അണിയിച്ചൊരുക്കും? ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതെന്താ അടിപൊളിയായിട്ട് തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ആലോചിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവ് ഞാൻ ഇതിനു മുമ്പ് വായിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കാത്ത ഒരു പേഴ്സ്പെക്റ്റീവിൽ ഒരു സാധനം കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ അടിപൊളിയാണ് അങ്ങനെ തോന്നില്ലേ? ആ ഒരു അടിപൊളിയായിട്ട് എനിക്ക് ഇപ്പോൾ ഈ പൂക്കൾ നഗ്നരാണ് അങ്ങനെ പറയുന്നൊരു ഇത് ഫീൽ ചെയ്തു. പിന്നെ ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഭദ്രയുടേതല്ലാത്ത കാരണത്താൽ പ്രണയിച്ച ആളെ വേണ്ടാന്ന് വെക്കുകയും വീട്ടുകാർ പറയുന്ന ആളെ കല്യാണം കഴിച്ചിട്ട് ഉള്ള ജീവിതം ഭയങ്കര എന്താ പറയുക, ഭയങ്കര ട്രാജിക്കായിട്ട് പോവുകയും അതൊരു ഡിവോഴ്സിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഭദ്ര ഡിവോഴ്സ് വേണമെന്ന് കോടതിയിൽ പറയുന്നുണ്ട്. ഈ ഡിവോഴ്സിൻ്റെ ടൈം പീരിയഡിലാണ് ഭദ്ര ആദ്യമായിട്ട് രഘുനാഥിനെ മീറ്റ് ചെയ്യുന്നത്. പിന്നെ അവർ രണ്ടുപേരും തമ്മിലുള്ള ബ്യൂട്ടിഫുൾ റിലേഷൻ അതിങ്ങനെ ബിൽഡാവുന്നത്, ആ ഒരു റിലേഷൻ ഇങ്ങനെ ബിൽഡ് ആവുമല്ലോ ഫസ്റ്റ് മീറ്റ് ചെയ്തതിന് ശേഷം. ഇങ്ങനെ പയ്യെ ആ ഒരു പയ്യെ ഇതിൽ നന്നായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതൊരു അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ബുക്കിൽ വന്നിട്ട് വക്കീൽ ഭദ്രനോട് എന്താണ് ഡിവോഴ്സിനുള്ള റീസൺ ചോദിക്കുന്നുണ്ട്. റീസൺ ചോദിക്കുന്ന ടൈമിൽ ഭദ്രനോട് ഇങ്ങനെ ചോദിക്കും, എന്താണ് മദ്യപിക്കുകയോ അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഗാർഹിക പീഡനമുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഭദ്ര ഇല്ല എന്ന് പറയും. പിന്നെ എന്താണ് നിങ്ങൾ ഡിവോഴ്സ് കൊടുക്കാനുള്ള റീസൺ ചോദിക്കുന്ന ടൈമിൽ ഭദ്ര പറയും, എൻ്റെ ആത്മാവിനെ കൊന്നു എന്ന് പറയും. അപ്പോൾ വക്കീൽ പറയും, അതിന് ഹിന്ദു മാരേജ് ആക്റ്റിൽ വകുപ്പില്ല മാഡം. ഭദ്ര പറയുന്നത്, എന്നാൽ അത് എഴുതി ചേർക്കണം. അങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു 2 ലൈൻ കേട്ടിട്ടാണ് ഞാൻ ഈ അവിരാമം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ശരിയാണ് എന്ന് എനിക്ക് തോന്നി. ഈ ആത്മാവിനെ കൊല്ലുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണെന്നും അതിന് അവഗണന എന്ന ആയുധം തന്നെ ധാരാളം, മൗനം തന്നെ ധാരാളം, ഒരു മുറിയിൽ 2 ലോകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന അപൂർവത, അങ്ങനെയൊക്കെ ഭദ്ര ഇങ്ങനെ കുറേ പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഭയങ്കര നോർമലൈസ് ചെയ്തിട്ട് ഈ അവഗണനയും കാര്യങ്ങളും ഒക്കെ നോർമലൈസ് ചെയ്തിട്ട് ആൾ പറയുന്നത്, എന്നിട്ട് തുരുമ്പിച്ച ഒരു പേരും നൽകും, ജീവിതം. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ശരിയാണ് എന്നെനിക്ക് തോന്നി പേഴ്സണലി. എന്താ പറയുക, അങ്ങനെ തന്നെയല്ലേ എല്ലാം നോർമലൈസ് ചെയ്ത് കണ്ടിട്ട് പിന്നെ അതിനെങ്ങനെ പറയും, ഇതാണ് ജീവിതം എന്ന് പറയുമല്ലോ. അങ്ങനെ അത് ശരിയാണ് എന്ന് എനിക്ക് തോന്നി.
പിന്നെ ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഭദ്രയും രഘുനാഥും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രഘുനാഥും തമ്മിലുള്ള റിലേഷൻ. ഭദ്രേനെ രഘുനാഥ് എന്താ പറയുക, ഒരു കാവിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇവർ ബുക്ക് കൈമാറുന്നുണ്ട്. എനിക്ക് ശരിക്കും ഓർമ്മയില്ല, ഞാൻ കുറച്ച് മുമ്പ് വായിച്ചതാണ്. ബഷീറിൻ്റെ ബുക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. ബഷീറിൻ്റെ ബുക്ക് ഭദ്ര വായിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഭദ്രയ്ക്ക് രഘുനാഥ് ബഷീറിൻ്റെ ബുക്ക് കൊടുക്കുന്നതും, ആ ബുക്ക് തിരിച്ച് വേണം, വാങ്ങിച്ച് കൊണ്ടുപോയി ആരും തിരിച്ച് തന്നിട്ടില്ല, എനിക്ക് ആ ബുക്ക് എന്തായാലും വേണം അങ്ങനെ പറയുന്നതും, ഭദ്ര രഘുനാഥിൻ്റെ വീട്ടിലേക്ക് പോകുന്നതും, അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങളും, അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഈ ബുക്ക് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഈ ബുക്ക് ഞാൻ ആർക്ക് സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ബിഗിനറിന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇത് ഡ്രൈ ആണ്. ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്ററൊക്കെ ഡ്രൈ ആണെന്ന് പറയില്ല, ആ ഡ്രൈ അല്ല കേട്ടോ. എന്താ പറയുക, രസമുള്ള ബുക്കാണ്. പക്ഷെ ബിഗിനർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ആ ഒരു ടൈമിൽ തന്നെ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചടയ്ക്കാൻ ചാൻസ് ഉണ്ട്. എന്താ പറയുക, വേഗം നിർത്തി പോവാൻ, ഇതിലൊന്നും വേണ്ട, അങ്ങനെയൊക്കെ തോന്നാൻ ചാൻസ് ഉള്ളൊരു കൈൻഡ് ഓഫ് ബുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ബിഗിനറിന്. ബട്ട് നിങ്ങൾ ഇടയ്ക്കൊക്കെ വായിക്കും, അല്ലെങ്കിൽ വായന ഉണ്ട്, അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല ബുക്കാണ്. ഒരു വട്ടമെങ്കിലും വായിച്ചിരിക്കുമ്പോൾ വായിക്കാൻ നല്ലതാണ്. ഒരു പുതിയ പേഴ്സ്പെക്റ്റീവ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കൈൻഡ് ഓഫ് ബുക്കാണ് അഭിരാമം എന്ന് പറയുന്നത്. അപ്പോൾ ബുക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ എന്താണ് വേണ്ടത്, എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാം. അല്ല ടോപ്പിക്കാണെങ്കിലും ഓക്കെ, ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്ക് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.